ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേബി ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 9 മാസം മുതൽ ഒരു 1.5-2 വയസ്സ് വരെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് കേട്ടോ ഇത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മിഡിൽ ടൈം സ്നാക്കായിട്ടോ ഇനിയിപ്പോൾ അവരൊന്നും കഴിച്ചില്ലെങ്കിൽ ലഞ്ചിനാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഇവനിരിക്കുന്ന ഈ ഒരു ചെയറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ. ഈ ഒരു ഫീഡിങ് ചെയറിൻ്റെ ലിങ്ക് നല്ല ക്വാളിറ്റിയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അറൗണ്ട് 1000 ആണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെയർ തപ്പി അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും ഞാൻ വാങ്ങിയെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. അതിലോട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജീസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വേണോ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബ്രൊക്കോളിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കോളിഫ്ലവർ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് നിറയെ ദോശമാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അങ്ങ് വയറ്റിക്ക് എത്തുമല്ലോ. പിന്നെ ആവശ്യത്തിനില്ലേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഗ്യാസ് ട്രബിളൊക്കെ മക്കളാണെങ്കിൽ ആ ക്യാരറ്റ് വേവിക്കുമ്പോൾ ഒരു കുഞ്ഞു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ. ഇനിയിപ്പോൾ കട്ടകൾ ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ക്യാരറ്റ് നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അഗാരോൻ്റെ എഗ് ബോയിലറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ സാധാ ഇഡ്ഡലിയുടെ ആ ഒരു ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാ ഒരു ബൗളിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് സ്റ്റീം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അഗാരോൻ്റെ എഗ് ബോയിലറിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇത് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് സ്റ്റീം ചെയ്തെങ്ങാണ്ട് ഹാർഡാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റീമർ ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചൊക്കെ മുതിർന്ന മക്കളാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇത് കുഞ്ഞു ക്യൂബ്സ് ആക്കിങ്ങാണ്ട് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കുടുങ്ങുന്ന പേടിയും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെറിയ മക്കൾക്കനുസരിച്ച്, നിങ്ങളുടെ മക്കൾക്കനുസരിച്ച് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തുങ്ങാണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടത്തോടു കൂടി അങ്ങനെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബേബി ഫുഡ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.